അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, എന്നും സുഖമായിട്ടിരിക്കട്ടെ. ആമീൻ. എല്ലാവർക്കും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ആമീൻ. ഇന്ന് ഞാൻ പറയുന്ന കാര്യം ഒരു ദിക്റിനെ കുറിച്ചാണ്. ധാരാളം അത്ഭുത ഫലങ്ങൾ നിറഞ്ഞതും ഒരുപാട് പേർക്ക് പ്രതിഫലം കിട്ടിയിട്ടുള്ളതും അതുപോലെ ചൊല്ലാൻ വളരെ എളുപ്പമുള്ളതുമായ ഒരു ദിക്റാണിത്. പ്രത്യേകിച്ചും സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടും. പ്രതീക്ഷിക്കാതെ തന്നെ കുറി കിട്ടാനും ബാങ്കിലെ പണയമെടുക്കാനുള്ള പൈസ കിട്ടാനും കടം വീടാനും പെട്ടെന്നുള്ള പൈസയുടെ ബുദ്ധിമുട്ട് മാറാനുമൊക്കെ നമുക്കിത് നിയ്യത്താക്കി ചൊല്ലാവുന്നതാണ്. നിയ്യത്താക്കി ചൊല്ലുമ്പോൾ എത്ര ദിവസം നമുക്ക് മുടങ്ങാതെ ചൊല്ലാൻ പറ്റും അത്രയും ദിവസം നമുക്ക് നിയ്യത്താക്കി ചൊല്ലാവുന്നതാണ്. വിചാരിക്കാത്ത പൈസ നമ്മുടെ കയ്യിൽ എത്തിച്ചേരും. അതുപോലെ ഇത് നിത്യമായി ചൊല്ലുന്നവരുണ്ടെങ്കിൽ അത് മുറുകെ പിടിച്ചോളിട്ടോ. ഇത് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ നാമങ്ങളായ അസ്മാഉൽ ഹുസ്നയിൽ നിന്നും എടുത്തിട്ടുള്ള 4 നാമങ്ങളാണ്. ഇസ്മുകൾ ഇവയാണ്: യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു. ഈ 4 ഇസ്മുകളെ 313 എണ്ണം ദിവസം നിയ്യത്താക്കി ചൊല്ലുക. അത് 3 ദിവസമാവാം, അല്ലെങ്കിൽ 11 ആവാം, 21 ആവാം, അല്ലെങ്കിൽ ഒരു മാസമാവാം. എത്ര വേണമെങ്കിലും നമുക്ക് ദിവസം കണക്കാക്കാവുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയാലും ഇത് പതിവാക്കുന്നത് നല്ലതാണ്. എൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരും, അല്ലെങ്കിൽ എൻ്റെ കടം വീട്ടാനുള്ള ഹലാലായ മാർഗം അള്ളാഹ് എനിക്ക് കാണിച്ചു തരും എന്ന പ്രതീക്ഷയോടെ നല്ല മനസ്സോടുകൂടി നിയ്യത്താക്കി ചൊല്ലിക്കോളി. ഇൻഷാ അള്ളാഹ് ഫലം ലഭിക്കും. വീട്ടിൽ ബുദ്ധിമുട്ട് വരാതിരിക്കാനും കയ്യിൽ പൈസ ഒഴിയാതിരിക്കാനുമൊക്കെ ഈ 4 ഇസ്മുകൾ ഈ കണക്ക് പ്രകാരം ചൊല്ലുന്നതിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ മാത്രമല്ല, ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ മാറുന്നതിനും ഇത് നിയ്യത്താക്കി ചൊല്ലാവുന്നതാണ്. രോഗങ്ങൾ മാറുന്നതിനുമൊക്കെ ഫലപ്രദമാണ്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ചാനൽ ആദ്യമായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.